സച്ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? കുടിച്ചല്ലോ. ഞാൻ നല്ലൊരു ചായ കൂടി ഇട്ട് തരട്ടെ? എന്താ നിന്റെ ആവശ്യം? ആദ്യം അത് പറ. ആവശ്യോ? എന്താവശ്യം? വല്ലാതെ സ്നേഹിച്ച് വീർപ്പ് പൊട്ടിക്കുന്നോണ്ട് ചോദിച്ചതാ. ഇതാണ് കുഴപ്പം. ഞാൻ കുറച്ച് സ്നേഹം കാണിച്ച ഉടനെ പറഞ്ഞോളും സോപ്പിങ്ങാന്ന്. അയ്യോ സച്ചേട്ടാ, ഇവിടെ അമ്പിളി ചേച്ചിയും എന്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുവാ. സച്ചേട്ടാ, എന്താടി? ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? ആ കേട്ടു. എന്താ ഞാൻ പറഞ്ഞ? ഇവിടെ അമ്പിളി ചേച്ചി നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്ന കാര്യമല്ലേ? സച്ചേട്ടൻ ചോദിക്കാതെ എന്തുവാന്ന്? എന്തിനി? ഇവിടെ അമ്പിളി ചേച്ചി നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കല്ലേ, പിന്നെ ഞാനോട് ചോദിച്ചെന്തിനാ നിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ആ പറയ്, എന്താ എല്ലാരും ചോദിക്കുന്നേ? ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ടൂറ് പോകുന്നുണ്ട്, നീ എന്താ പോകാത്തേന്ന്. ഓ അതാണോ? നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ അച്ഛനെ നോക്കാൻ ആളില്ലാത്തോണ്ടെന്ന്? പറഞ്ഞു. അപ്പൊ അമ്പിളി ചേച്ചി പറയുവാ 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ചേച്ചി നോക്കിക്കോളാന്ന്. അമ്പിളി ചേച്ചി അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു, ശരിക്കും പറഞ്ഞു. എങ്കി അല്ലെങ്കിൽ വേണ്ട, ശരിയാവില്ല. ഇത് ടൂറൊന്നുമല്ല, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോയി 2 ദിവസം നിന്നിട്ട് തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അതെ, ഞാനിത് അമ്പിളി ചേച്ചിയോട് പറഞ്ഞതാ. അപ്പൊ ചേച്ചി പറഞ്ഞു എല്ലാവരും ഉണ്ട്, അടിപൊളിയായിരിക്കും. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ശരിയാവില്ലാന്ന്. എല്ലാവരും കൂടെ പോയാ ഇവിടെ ഒരു ആവശ്യം വന്നാ എന്ത് ചെയ്യും? അല്ല സച്ചേട്ടാ? മൂന്നാല് ദിവസത്തെ ഡ്രസ് എടുത്താൽ മതി കേട്ടോ. നീ വരുന്നുണ്ടെങ്കിൽ 3-4 ദിവസത്തെ ഡ്രസ് എടുത്താൽ മതിയെന്ന്. നീ വരുന്നുണ്ടെങ്കിൽ വാടി. എന്തായി? നിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആ, കൊറേ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. കൊറേയൊന്നും വേണ്ട, വളരെ കുറച്ചു മതി. അങ്ങോട്ട് പോകുന്ന ടൂർ മോഡിലാണെങ്കിലും തിരികെ വരുന്നത് വിലാപയാത്രയായിട്ടായിരിക്കും, അർച്ചനയുടെ ശവശരീരവും കൊണ്ട്. ചേച്ചി, ഇത് നമ്മൾ മുന്നേ കളിച്ച കളികൾ പോലെ അല്ല. അർച്ചനയെ കൊല്ലുന്ന നിസ്സാരമായിട്ട് പറയുന്നുണ്ടെങ്കിലും ചേച്ചിക്കും അറിയാലോ അത് എത്ര റിസ്ക് ഉള്ളതാണെന്ന്. അത് നിനക്കറിയാഞ്ഞിട്ടാ. നമ്മൾ ഇത്രയും നാള് ചെയ്തതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞതാ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ശത്രുക്കളോട് മത്സരിച്ചോണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ വക വരുത്തുന്നതാ. എല്ലാ മത്സരവും അതോടെ കഴിയും. പിന്നീടുള്ള മത്സരങ്ങളെല്ലാം എതിരില്ലാതെ ഏകപക്ഷീയമായി നമ്മൾ ജയിക്കുകയും ചെയ്യും. ഒരു തരത്തിൽ ആലോചിച്ചാൽ നമ്മൾ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ തെറ്റുകളിൽ ഏറ്റവും പാപം കിട്ടാൻ പോകുന്നത് അർച്ചനയുടെ കൊലപാതകത്തിനാ. പാവം, സ്വന്തം ഭർത്താവിനെയും ഈ കുടുംബത്തെയും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവള് നല്ലതുപോലെ ശ്രമിച്ചു. അതില് ഇതുവരെ അവള് വിജയിക്കുകയും ചെയ്തു. ഇത്രയും നാളും എല്ലാം ഒളിഞ്ഞും മറഞ്ഞുമായിരുന്നു. എന്നാൽ ഇനി അതാവില്ല അവള് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും മുന്നിൽ നിർത്തി പരസ്യ വിചാരണയ്ക്ക് വിധേയരാകുന്നതിന് മുമ്പ് അത് തടയണം. അതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങനൊന്ന് ചെയ്യാന്ന് കരുതിയത്. അർച്ചന പുറപ്പെടാൻ പോകുന്ന യാത്ര മരണയാത്രയാക്കും ഞാൻ. അതോടെ
എതിരാളികളില്ലാത്ത അവന്തികയുടെ പകരം വീട്ടൽ ആരംഭിക്കാൻ പോവാ. എല്ലാത്തിന്റെ അവസാനം കണ്ടേ പിന്നെ പിന്മാറ്റമുള്ളൂ. ഇല്ലെങ്കിൽ അവന്തികയുടെ മരണം. നാളെ രാവിലെ പോകാനുള്ളതാ. എല്ലാം പാക്ക് ചെയ്തോ താൻ? നമ്മുടെ ഓരോ ജോഡി ഡ്രസ്സും സച്ചേന്റെ അത്യാവശ്യ ഫയലുകളും എടുത്തു വെച്ചു. ഇനി ലാപ്ടോപ്പ് കൂടി തന്നാ മതി. ഓരോ ജോഡി ഡ്രസ്സോ? അല്ല 3-4 ദിവസത്തെ ട്രിപ്പിനോ? അല്ല ഈ ഫയലും ലാപ്ടോപ്പൊക്കെ എന്തിനാന്ന് മനസ്സിലായില്ല. അങ്ങനെയല്ലേ നമ്മളന്ന് ഡൽഹിക്ക് പോയപ്പോ പോയത്? ഇവിടത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പോകുന്നിടത്തും കിട്ടുമല്ലോ, പിന്നെന്താ. നമിച്ചു. ഡൽഹിക്ക് പോയത് ബിസിനസ് ആവശ്യത്തിന്, ഇപ്പൊ പോകാൻ പോകുന്നത് വിനോദയാത്രയ്ക്ക്. മനസ്സിലായോ? നമുക്ക് രണ്ടുപേർക്കും 4-5 ദിവസം ഇടാനുള്ള ഡ്രസ് എടുത്ത് വെക്കേ. ചെല്ല്. ഈ പോക്കാണെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ പരിതാപകരവും ബുദ്ധിമുട്ട് നിറഞ്ഞതും ആവുമല്ലോ മോളെ. എന്നാലേ അതോർത്ത് മോൻ വിഷമിക്കണ്ട. നീ നോക്കി, നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ആ പെട്ടിയിലുണ്ട്. ഇപ്പൊ മനസ്സിലായോ അർച്ചന ആരാണെന്ന്? ഓ, അപ്പൊ എന്നെ പറ്റിച്ചതാണല്ലേ? അതെ, സാധാരണ ഇങ്ങോട്ടല്ലേ, ഇന്ന് അങ്ങോട്ട്. ആ ആയിക്കോട്ടെ, എനിക്കും അവസരം കിട്ടുമല്ലോ. ഞാൻ ഇരു കൈയും നീട്ടി സ്വീകരിച്ചോളാമേ. അല്ല സച്ചേട്ടാ, എന്താ നമ്മുടെ നാളത്തെ പ്ലാൻ? അങ്ങനെ പ്ലാനൊന്നുമില്ല. പ്ലാൻ ചെയ്തൊക്കെ പോയാ ഒന്നും നടക്കില്ലടോ. നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണും. നാളെ ഗസ്റ്റ് ഹൗസിലെത്തിയിട്ട് അപ്പൊ തീരുമാനിക്കാം പിന്നീട് എങ്ങോട്ട് പോണോന്ന്. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആദ്യമായിട്ട് കാണുന്നതിന്റെ സന്തോഷത്തില്ല ഞാൻ. അല്ല, എന്തിനാ സജ്ജേട്ടൻ നമുക്ക് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ? കുറെ കാലം കൊണ്ട് പൂട്ടിക്കിടക്കുവാണോ? അച്ഛൻ പണ്ട് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി അത്. നമ്മൾ ഈ വീട് വാങ്ങിച്ചത് പിന്നെ അങ്ങോട്ടാരും പോവാറില്ല. കുറെ ഓർമ്മകളുള്ളൊരു വീടാത്. ഞാനും നന്ദേട്ടനും ഉൾപ്പെടെ എല്ലാവരും ജീവിച്ച വീട്. അവിടുന്ന് ഇവിടേക്ക് എത്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോ നന്ദേട്ടൻ പോയി. നമ്മളോടൊപ്പം ഈ യാത്രയ്ക്ക് വരണമെന്ന് അച്ഛന് നല്ല ആഗ്രഹം കാണും. മനഃപൂർവ്വം വരാത്തതാ. നന്ദേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളാ അവിടെ മുഴുവൻ. മനഃപൂർവ്വം ദുഃഖം വിളിച്ചു വരുന്നുണ്ടെന്ന് കരുതിയിട്ടാവും അച്ഛൻ പിന്മാറിയത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ അതോ നന്ദേട്ടന് അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചെന്ന് സച്ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണല്ലോ എല്ലാം. ലോകം വിട്ടു പോയി കാണും. അല്ലെങ്കിൽ എന്നെ ഇവിടേക്ക് വന്നേനെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലൊരാള് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന്. അല്ലെങ്കിൽ തിരിച്ചു വരണമെന്ന്. എനിക്ക് തോന്നുന്നു സച്ചേട്ടാ.
നന്ദേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. വരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും ചിലപ്പോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിലോ? എനിക്കങ്ങനെയാ തോന്നുന്നത്. സുചേട്ടൻ നോക്കിയോ, ഒരു ദിവസം അപ്രതീക്ഷിതമായി നന്ദേട്ടൻ ഇവിടെ വരും. എനിക്ക് ഉറപ്പാത്. അങ്ങനെ വന്നാൽ തന്നെ അച്ഛൻ്റെ പകുതി അസുഖം മാറും. തൻ്റെ വിശ്വാസം പോലെ നടക്കട്ടെ. നാളെ എന്തായാലും അങ്ങോട്ട് പോകുമല്ലേ? നന്ദേട്ടൻ്റെ കുറേ ഓർമ്മകളുള്ളിടത്തേക്ക്. നന്ദേട്ടൻ വാ 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 വേഗം. വിശന്നിട്ട് വയ്യ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന വിശപ്പ് മാറില്ല. ചേട്ടാ, മനുഷ്യനെ വിശന്നിരിക്കുമ്പോഴേ കണ്ണും കണ്ട് നോക്കി കളിക്കുന്ന ആരൊക്കെ എന്തൊക്കെയാന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. ഇപ്പൊ പറയാട്ടോ. ആ ശരി.
മേഡം കഴിക്കാൻ എന്താ വേണ്ടേ? ബിരിയാണി ആയാലോ? എടുത്തേക്ക് എന്താ വേണ്ടേ? എന്താ നീ എന്തിനാടി എന്നെ ചവിട്ടിയത്? ഞാനോ? എപ്പോ? എവിടെ? എങ്ങനെ? എന്റെ കാലിൽ ചവിട്ടി എന്തിനാണെന്നാ ചോദിച്ചേ? ഞാൻ ചവിട്ടിട്ടില്ല. ദേ നുണ പറഞ്ഞോണ്ടല്ലോ. അനകേന്റെ നുണ പറയുന്നേ. എന്താ അവിടെ? ഏയ് ഒന്നുമില്ല. പൂടി. നീ പിള്ളേരെ വിളിച്ചായിരുന്നോ? വിളിച്ചു. അവരങ്ങോട്ട് എത്തിയില്ലെന്നാ പറഞ്ഞു. യാത്രയിലാണെന്ന്. മീരെ ആതിരെ ആവണിമോളും ഒന്നും ഇല്ലാത്തോണ്ട് ഈ വീട് ഉറങ്ങിപ്പോയി അല്ലേ കമലേ? പിന്നല്ലാതെ. കാര്യം എപ്പോഴും വഴക്കാണെങ്കിലും മീരയും കൊച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു അനക്കവും ബഹളം ഇല്ലാതായിപ്പോയി. ആ ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ? വരൂ. ഇരിക്കെ. ഞങ്ങൾ വന്നത് നിങ്ങളോടൊന്ന് സംസാരിക്കാനാ. സംസാരിക്കാനെന്ന് പറഞ്ഞാൽ ക്ഷമ പറയാൻ. അന്നത്തെ സംഭവത്തിൽ തെറ്റ് മുഴുവൻ ഞങ്ങളുടെ ഭാഗത്താ. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾക്കത് മറക്കാനും പൊറുക്കാനും പറ്റുന്നതാണെങ്കിൽ അജയന്റെയും ആതിരയുടെയും കാര്യം നമുക്ക് ഒന്നുകൂടെ ആലോചിക്കാം എന്ന് പറയാനാ ഞങ്ങൾ വന്നത്. ഇവളുടെ സഹോദരൻ ജനാർദ്ദനൻ അളിയൻ ഇവിടെ വന്ന് സംസാരിക്കാൻ ഒരു മടി. അതാ ഞങ്ങൾ തന്നെ വന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നില്ല. ആലോചിച്ച് പിന്നീട് അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇനി ഇതിനൊരു തീരുമാനം പറയേണ്ടത് ഞങ്ങളല്ല, അനൂപാണ്. അതെ, ഇനിയിപ്പോ പെട്ടെന്ന് ആതിരയ്ക്കൊരു വിവാഹം വേണ്ടെന്നാ എല്ലാവരുടെയും അഭിപ്രായം. പിന്നെ നിങ്ങളിപ്പോ വന്ന് സംസാരിച്ചത് കൊണ്ട് ഇനി എന്താണെന്ന് അനൂപിനോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അനൂപ് പുറത്തു പോയതാണോ? അനൂപേ, ഇവര് വന്നത് അജയനുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ ആലോചിക്കണമെന്ന് പറയാനാ. എന്നിട്ട് അത് നടക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് കരുതിയിട്ടാ ചോദിച്ചത്. അതെ, തൽക്കാലം ആതിരെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തേക്ക് അവിടെ പറഞ്ഞു വിടുന്നുമില്ല. എവിടെ പയ്യന്റെ അമ്മാവൻ? അയാൾക്കിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് ഞാൻ കരുതിയതാ. അയാൾ ഇവിടെ വന്ന ആദ്യ ദിവസം തന്നെ ഞാനത് ചെയ്യേണ്ടതായിരുന്നു. ഒരലന്ന അമ്മാവൻ. നിങ്ങളുടെ വീട്ടിൽ ആതിരയ്ക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ. നിങ്ങൾ കൊടുക്കണ്ട. അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വീട്ടു ജോലിക്കും പശുവിനെ തീറ്റിക്കാനും വയ്യാതെ കിടക്കുന്ന അമ്മയെ നോക്കാനും നിങ്ങളൊരു ജോലിക്കാരിയെ വെക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ അവളെ വളർത്തിയത് കുറേ സ്വപ്നം കണ്ടുകൊണ്ടാ. നിങ്ങളെ വീട്ടിലേക്ക് അവളെ പറഞ്ഞയച്ച എന്റെ പെങ്ങൾക്ക് ദുരിതം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല.
ഇതെനിക്ക് അന്ന് മനസ്സിലായില്ല. പിന്നീട് എന്റെ പെങ്ങന്മാര് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അമ്മയെ എന്റെ ആദരം നോക്കണം. അപ്പൊ ഇവർക്ക് എന്താണ് അവിടെ പണി? നിങ്ങൾ ഒരു മോളെ കെട്ടിച്ചു വിട്ടതല്ലേ? അതെന്റെ സഹോദരിയും ഭർത്താവിന്റെ വീട്ടിൽ അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരുമോളെ കൊണ്ട് വീട്ടുപണിയും ചെയ്യിച്ച് നിങ്ങൾക്ക് കെട്ടിലമ്മയായിട്ട് അങ്ങ് ഇരിക്കണം. അതിന് വേറെ ആളെ നോക്കണം. അനുവേ, അവര് വന്നൊരു കാര്യം പറഞ്ഞു. പറ്റുമല്ലെങ്കിൽ പറ്റില്ല, അത് മാത്രം പറഞ്ഞാൽ മതി. അച്ഛൻ പറഞ്ഞു വന്ന മര്യാദ ഇവർ അന്ന് നമ്മളോട് കാണിച്ചായിരുന്നോ? നമ്മുടെ ദാരിദ്ര്യത്തെയും ഇല്ലായ്മയും പരിഹസിച്ചിട്ട് അന്ന് എന്തൊക്കെയാ ഇവര് പറഞ്ഞെന്ന് അച്ഛനും കേട്ടതല്ലേ? ഇവരിപ്പോ വീണ്ടും വന്നതേ ആതിരയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇവര് പറഞ്ഞ സ്ത്രീധനം നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് കൊടുക്കുമെന്നും ഇവരുടെ ഇഷ്ടത്തിന് പണിയെടുക്കാൻ ഒരു പെണ്ണിനെ കിട്ടുമെന്നും ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാ. ഈ പഠിക്കാത്ത രണ്ടിനെ കയറ്റിയത് തന്നെ തെറ്റ്. ഇത്രയും നേരമായിട്ടും ഇറങ്ങിപ്പോവാൻ പറയാത്തത് അതിനേക്കാൾ വലിയ തെറ്റ്. ഇനി മേലിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ മുറ്റത്ത് കാലുകുത്തി പോരുത്. ഞങ്ങൾ പൊക്കോളാം. ആ പെണ്ണിന് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയ മാപ്പം പറഞ്ഞ് വീണ്ടും ഒരു സംഭാഷണത്തിന് വന്നത്. അവളെ എന്റെ മോന് തന്നില്ലെങ്കിൽ വേണ്ട, നല്ല മണി പോലത്തെ പെമ്പിളര് ഞങ്ങൾക്ക് വേറെ കിട്ടും. ഞങ്ങൾ നടത്തി കാണിച്ചു തരാം, നീ കണ്ടോ? ആഹാ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുന്നതാ. ഇനി ഈ ഒരു അക്ഷരം വേണ്ടി നിന്നെ അടിക്കുന്ന എന്നെ വിട്ടേ. ഓ